ഹായ് ഹലോ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, 7th ചാപ്റ്റർ ത്രൂ ദി കോണ്ടിനെൻറ്റ്സ്. അതിലെ പാർട്ട് 2 ക്ലാസ് ആണ്. നമ്മുടെ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ത്രൂ ദി കോണ്ടിനെൻറ്റ്സ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഫ്രം ദി ആമസോൺ ബേസിൻ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യത്തെ ടോപ്പിക് വരുന്നത് ഫ്രം ദ ആമസോൺ ബേസിൻ ആണ്. ഹാവൻറ്റ് യു ഹേർഡ് അബൌട്ട് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്? ദീസ് ആർ കോൾഡ് ദ ലങ്സ് ഓഫ് ദി എർത്ത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ആമസോൺ മഴക്കാടിനെ കുറിച്ചിട്ട്? ആമസോൺ മഴക്കാടുകളാണ് ലങ്സ് ഓഫ് ദി എർത്ത് എന്ന് അറിയപ്പെടുന്നത്. ദ ആമസോൺ ഫോറസ്റ്റ് വിച്ച് ഇസ് ദ ഹാബിറ്റാറ്റ് ഓഫ് എ ഹ്യൂജ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ദറ്റ് ആർ നോട്ട് ഫൗണ്ട് എനിവർ എൽസ് ഈസ് ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ആമസോൺ കാടുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? വൈഡ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണനെ അവിടെ കാണാൻ പറ്റും. ഈ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണുന്ന പ്ലാന്റ്സും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണുന്ന ആനിമൽസും. അതായത് അതിന് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല, വെറൈറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ആമസോൺ കാട്ടിൽ മാത്രമേ കാണുള്ളൂ. സൗത്ത് അമേരിക്കയിലാണ് ആമസോൺ കാടുകൾ ഉള്ളത്. ദെൻ ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അറ്റ്ലസ്. അറ്റ്ലസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സൗത്ത് അമേരിക്കയുടെ ബോർഡേഴ്സ് ഒക്കെ നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ അറ്റ്ലസ് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സൗത്ത് അമേരിക്കയുടെ പ്രത്യേകതകൾ നോക്കാം. ദ ആൻഡീസ് മൗണ്ടൻ റേഞ്ചസ് വിച്ച് ഇസ് ദ ലോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ആമസോൺ ദ ലാർജസ്റ്റ് റിവർ ഓൺ ദ എർത്ത് ആർ ഇൻ സൗത്ത് അമേരിക്ക. ലോങ്ങസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ആയ ആൻഡീസ് സൗത്ത് അമേരിക്കയിലാണ്. ലാർജസ്റ്റ് റിവർ ആയിട്ടുള്ള ആമസോണും സൗത്ത് അമേരിക്കയിലാണ്. ദെൻ ദ മേജർ പാർട്ട് ഓഫ് ദ വാസ്റ്റ് ആമസോൺ റിവർ ബേസിൻ ഈസ് റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റിവർ ബേസിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് മഴക്കാടുകളാണ്, റെയിൻ ഫോറസ്റ്റുകളാണ് കേട്ടോ. ദ അറ്റാഗമ വിച്ച് ഇസ് ദ മോസ്റ്റ് ആരിഡ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ഈസ് അനദർ ജോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് സൗത്ത് അമേരിക്ക. അറ്റാഗമ ഡെസേർട്ട് സൗത്ത് അമേരിക്കയിലാണ്. നെക്സ്റ്റ് വരുന്നത് ക്ലൈമറ്റ്. അമേരിക്കയിലെ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അതൊരു ഇക്വട്ടോറിയൽ റീജിയൻ ആണ്. സോ സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ ഭാഗം വളരെ ഹോട്ടായിരിക്കും ആൻഡ് ഗെറ്റ് പ്ലെൻറ്റി റെയിൻഫോളൊക്കെ പ്ലെൻറ്റി ആയിട്ട് കിട്ടും. ദെൻ സദേൺ മോസ്റ്റ് റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക, നോർത്ത് എപ്പോഴും ഹോട്ടും അത്യാവശ്യം റെയിൻഫോളും കിട്ടുന്ന ഏരിയ ആണെങ്കിൽ സൗത്ത് എക്സ്ട്രീം കോൾഡ് ആയിരിക്കും. സൗത്ത് അമേരിക്കയുടെ സൗത്ത് പോർഷൻ എന്ന് പറയുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും. ദെൻ അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദ പ്ലേസ് ഈസ് ഫേമസ് ഫോർ ആമസോൺ വാട്ടർ ലില്ലി, അനാക്കോണ്ട. നമ്മൾ അനാക്കോണ്ട എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈ അനാക്കോണ്ട എന്നുള്ളത് ആമസോൺ കാടുകളിൽ കാണുന്ന പാമ്പാണ്. അനാക്കോണ്ട, അതുപോലെ തന്നെ ആൻഡീസ് മൗണ്ടെയിൻസ് ഇൻ സൗത്ത് അമേരിക്ക ഈസ് ദ ഹാബിറ്റാറ്റ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് കോൾ ആൻറ്റിയൻ ലൂപ്പിൻ എന്ന് പറഞ്ഞൊരു ഫ്ലവറിംഗ് പ്ലാന്റ് അവിടെ മാത്രമേ കാണുള്ളൂ, ആൻഡീസ് മൗണ്ടെയിൻ റേഞ്ചസിൽ. അതുപോലെ തന്നെ മെമ്മൽ സജസ് ലാമ, ആ ഒരു മെമ്മൽ അവിടെ ഉണ്ട്. ആൻഡ് പന്തനാൽ ഇൻ സൗത്ത് അമേരിക്ക ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ആയിട്ടുള്ള പന്തനാൽ അവിടെയാണ്. തണ്ണീർത്തടം. ഓക്കെ, ഈ മമ്മൽ കോൾഡ് കാപ്പിബാര ക്യാൻ ബി സീൻ ഇൻ ദിസ് ഏരിയ. ഈ ഒരു മമ്മലിനെ അവിടെ കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അവിടെ കാണാൻ പറ്റും പറഞ്ഞാൽ വെച്ചാൽ അവിടെ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളതിനെയാണ് ഈ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നത് സം ഫ്ലോറ ആൻഡ് ഫോണ ഇൻ സൗത്ത് അമേരിക്ക. ഈ ആൻറ്റിയൻ ലൂപ്പിൻ, അതുപോലെ ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ മാത്രമേ കാണുള്ളൂ. ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് അവിടുത്തെ ഹ്യൂമൻ ലൈഫാണ്. മോസ്റ്റ് ഓഫ് ദി സൗത്ത് അമേരിക്കൻസ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഇൻഡസ്ട്രി. കൃഷിയും മീൻപിടുത്തവും വ്യവസായം ഒക്കെ തന്നെയാണ് സൗത്ത് അമേരിക്കൻസിൻ്റെ ജോലി. ആൻഡ് ദിസ് കോണ്ടിനെൻറ്റ് ഈസ് റിമാർക്കബിൾ ഫോർ ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ, യൂറോപ്യൻസ്, ആഫ്രിക്കൻസ് ആൻഡ് ഏഷ്യൻസ്. അപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ, ഏറ്റവും കൂടുതൽ യൂറോപ്യൻസ് വരുന്നുണ്ട്, ആഫ്രിക്കൻസ് വരുന്നുണ്ട്, ഏഷ്യൻസ് ഉണ്ട്. ഇവരുടെയൊക്കെ പ്രസൻസ് കൊണ്ട് വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കോണ്ടിനെൻ്റ് ആണ് സൗത്ത് അമേരിക്ക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് അടുത്ത ഒരു വൈറ്റ് കോണ്ടിനെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇൻ സെർച്ച് ഓഫ് ദ വൈറ്റ് കോണ്ടിനെൻ്റ് ആണ് നമ്മുടെ ടോപ്പിക്. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഫിഗർ നോക്കൂ, മൈത്രി ആൻഡ് ഭാരതി. ഈ മൈത്രിയും ഭാരതിയും ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷനുകളാണ്, ഗവേഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ എന്തിൻ്റെ ഗവേഷണ കേന്ദ്രമാണ്, എന്താണ് ഈ ചിത്രമെന്ന് നമുക്ക് നോക്കാം.
Maitri and Bharati are two research centers that India had established for various studies. ഇന്ത്യ പല പല പഠനങ്ങൾക്കായിട്ട് അവിടെ സ്ഥാപിച്ച 2 റിസർച്ച് സ്റ്റേഷനുകളാണ് മൈത്രിയും ഭാരതിയും. അപ്പോൾ ഏത് കോണ്ടിനെന്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. അന്റാർട്ടിക്കയിലാണ്. 98% ഓഫ് ദിസ് കോണ്ടിനെന്റ് ഈസ് കവേർഡ് ബൈ ദ അന്റാർട്ടിക് ഗ്ലേസിയർ. മഞ്ഞാൽ മൂടപ്പെട്ടതാണ് ഈ കോണ്ടിനെന്റ്. 98% കേട്ടോ. മോസ്റ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ ഓൺ എർത്ത് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഗ്ലേസിയർ. ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ മോസ്റ്റ്ലി അവിടെയാണുള്ളത്, ആ ഗ്ലേസിയറിലാണുള്ളത്. നെക്സ്റ്റ് 7.12 ഫിഗർ അന്റാർട്ടിക്കയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ കോണ്ടിനെന്റ് ദാറ്റ് ഇസ് സറൗണ്ടഡ് എൻറ്റയർലി ബൈ ദ സദേൺ ഓഷ്യൻ. ഇതിൻ്റെ ചുറ്റും സമുദ്രമാണ്. സദേൺ ഓഷ്യനാൽ ചുറ്റപ്പെട്ടതാണ് അന്റാർട്ടിക്ക. ഇനി അന്റാർട്ടിക്കയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. The trans-Antarctic mountain ranges divide the continent as Eastern Antarctica and Western Antarctica. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടെയിൻ റേഞ്ചസ് പോകുന്നുണ്ട്. ഈസ്റ്റിനെയും വെസ്റ്റിനെയും അത് വേർതിരിക്കുന്നു. Antarctic Peninsula is a physiographic division of Antarctica which lies close to South America. അപ്പോൾ സൗത്ത് അമേരിക്കയോട് അടുത്ത് കിടക്കുന്നുണ്ട്. ആൻഡ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ അന്റാർട്ടിക്ക ഈസ് വിൻസൺ മാസിഫ്. അന്റാർട്ടിക്കയിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ്റെ പേര് വിൻസൺ മാസിഫ് ആണ്. Then several volcanoes can also be seen in this continent. ഒരുപാട് അഗ്നിപർവ്വതങ്ങളും ഈ കോണ്ടിനെന്റിൽ കാണാം. അപ്പം നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഈ വോൾക്കാനോസ് അവിടെ കാണുക? ഇത് മഞ്ഞുമലയല്ലേ, മഞ്ഞല്ലേ ഇവിടെയെന്ന്. പക്ഷെ അത് പൊട്ടൊന്നുമില്ല. പൊട്ടുകയാണെങ്കിൽ തന്നെ അറിയില്ല, കാരണം മഞ്ഞാണല്ലോ. അപ്പോൾ ആ വോൾക്കാനോസ് അവിടെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ക്ലൈമറ്റ് ആണ്. അന്റാർട്ടിക്ക ഇസ് ദ കോൾഡ് ഡെസേർട്ട് വിച്ച് ഇസ് കവേർഡ് ബൈ സ്നോ ത്രൂ ഔട്ട് ദിസ് ഇയർ. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇറ്റ്സ് ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് മേക്ക് ഇറ്റ്സ് ക്ലൈമറ്റ് യുണീക്ക്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, ഇത് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അന്റാർട്ടിക്കയുടെ ക്ലൈമറ്റ് വ്യത്യസ്തമായിരിക്കുന്നത്. വർഷം മുഴുവൻ മഞ്ഞ് വീഴ്ചയാണ് അവിടുത്തെ പ്രത്യേകത കേട്ടോ. പിന്നെ അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സെപ്റ്റ് ഫോർ സർട്ടൻ മോസസ് ദാറ്റ് ആർ സീൻ ഇൻ ദ റിഫ്റ്റ് ഓഫ് ഗ്ലേസിയേഴ്സ്, ദ റെസ്റ്റ് ഓഫ് അന്റാർട്ടിക്ക ഇസ് ബാരൻ. മെനി ഓഫ് കോസ്റ്റൽ റീജിയൻസ് ഓഫ് ദിസ് കോണ്ടിനെന്റ് ആർ ദ ഹാബിറ്റാറ്റ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് സീൽസ്. അതായത് ചില മോസസ് അവിടെ കാണും. അത് അല്ലാണ്ട് ഈ മോസസ് പറഞ്ഞാൽ അത് ആ ചെടികളാണ്, കാണുന്ന പായൽ പോലെയുള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് കാണും. അത് ഒഴിച്ചാൽ കുറേ സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കണം, ബാരൺ ലാൻഡ് ആണ്. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ റീജിയൻസിൽ പെൻഗ്വിൻ കാണും. പെൻഗ്വിൻ ഒരുപാട് ഉണ്ടായിരിക്കും തീരത്ത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സീലുകൾ, ഈ സീലും അവിടെ ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ അവിടുത്തെ പ്രത്യേകത. നെക്സ്റ്റ് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് ആണെങ്കിൽ, ഹ്യൂമൻ ഹാബിറ്റേഷൻ ഈസ് വെരി ലിമിറ്റഡ് ഇൻ അന്റാർട്ടിക്ക. ഹാബിറ്റേഷൻ വളരെ കുറവാണ്. മനുഷ്യന് അവിടെ പോയിട്ട് താമസിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ റിസർച്ചേഴ്സ് അവിടെ പോയി താമസിക്കും കേട്ടോ. അവിടുത്തെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പോകാനേ പറ്റുള്ളൂ. ത്രൂ ഔട്ട് ദി നമുക്ക് അവിടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വരുന്നത് ടു ദ ലാൻഡ് ഓഫ് അഡ്വഞ്ചറസ് ആൻഷ്യൻ മറൈനേഴ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടിനെൻറ്റിനെ കുറിച്ചിട്ടാണ്, യൂറോപ്യൻ കോണ്ടിനെൻറ്റ്. നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന യൂറോപ്യൻസ് ആണ്. It was the historic voyages of adventurous mariners that helped in connecting different parts of the world. You have been familiarized with Vasco da Gama's voyage to India in the previous classes. His voyages to India by sea have a historical importance. അപ്പോൾ നമുക്കറിയാം വാസ്കോ ഡ ഗാമ അല്ലേ, കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയ വാസ്കോ ഡ ഗാമയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയും. പോർച്ചുഗീസുകാരനാണ്. പോർച്ചുഗീസ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയാണ്. അദ്ദേഹത്തിൻ്റെ വോയേജാണ് ഇന്ത്യ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കാരണമായതല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന ഇവിടേക്ക് അദ്ദേഹം വരികയും ഇവിടെ കച്ചവടം ചെയ്യുകയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങളത് പഠിക്കുന്നുണ്ട്. Then from which continent did he start his journey to India? ഏത് കോണ്ടിനെന്റിൽ നിന്നാണ് വാസ്കോ ഡ ഗാമ തൻ്റെ യാത്ര തിരിച്ചതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് യൂറോപ്യൻ കോണ്ടിനെന്റ്. Shall we travel to the land of Vasco da Gama who influenced the history of India? അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യൂറോപ്പിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളത്. മൗണ്ടെയിൻ റേഞ്ചസ് ലൈക്ക് ദ ആൽപ്സ്, ദ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ദ കാർപ്പാത്തിയൻ ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ ആൽപ്സും ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ കാർപ്പാത്തിയനും എല്ലാം എവിടെയുണ്ട്? യൂറോപ്പിൽ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. Some of the longest rivers of the world such as the Danube, the Volga and the Rhine flow through this continent. അപ്പോൾ യൂറോപ്യൻ കോണ്ടിനെന്റിലൂടെ ഒഴുകുന്ന നദികളാണ് ഡാന്യൂബ്, വോൾഗ, റൈൻ. ആൻഡ് ഇവിടെ ഗ്രാസ് ലാൻഡുകളുണ്ട്, വളരെ ഫെർട്ടൈൽ പ്ലെയിനുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാസ് ലാൻഡിൻ്റെ പേര്, ഈസ്റ്റേൺ യൂറോപ്പിലാണ് ഇവിടുത്തെ പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. സ്റ്റെപ്പീസ് എന്ന് നമ്മൾ പറയും കേട്ടോ. സ്റ്റെപ്പി ആണ് ഇവിടുത്തെ പുൽമേട്. Certain areas in the northern coastlines of Europe is rich in a special geographic feature known as fjords and fjords.
അവിടുത്തെ ഈ ചിത്രത്തിൽ കാണുന്നതാണ് കേട്ടോ, ഫ്യോർഡ് കോസ്റ്റ് ഓഫ് നോർവേ. ഇങ്ങനെയുള്ള കോസ്റ്റൽ റീജിയൻസിനെയാണ് പറയുക. ഈ ഫ്യോർഡ്സ് ആർ നാരോ കോസ്റ്റൽ റീജിയൻസ് ആണ്, നാരോ ആയിട്ടുള്ള കോസ്റ്റൽ റീജിയൻസ് ആണ്, ദാറ്റ് ആർ ഫോംഡ് ഔട്ട് ഓഫ് ഗ്ലേഷ്യൽ ആക്ഷൻസ് ആൻഡ് സറൗണ്ടഡ് ബൈ മൗണ്ടെയിൻസ് ഓർ സ്റ്റീപ്പ് സ്ലോപ്സ്. ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. സാധാരണ കടൽ തീരം പോലെ അല്ല, ഇതുപോലെ ഉണ്ടായിരിക്കും ഷേപ്പ്. ഇനി അവിടുത്തെ ക്ലൈമറ്റ് ചോദിക്കുകയാണെങ്കിൽ ജനറലി മോഡറേറ്റ് ഹീറ്റും കോൾഡുമാണ് ഉണ്ടായിരിക്കുക. സ്നോഫോൾ ഡ്യൂറിങ് വിന്റർ ഈസ് കോമൺ ഇൻ ദ നോർത്തേൺ റീജിയൻസ് ഓഫ് ദിസ് കോണ്ടിനെന്റ്. മഞ്ഞ് വീഴ്ചയൊക്കെ കോമൺ ആണ് വിന്ററിൽ. പിന്നെ ഫ്ലോറ ആൻഡ് ഫോണ നോക്കുകയാണെങ്കിൽ ആൽപൈൻ റീജിയൻ ഓഫ് യൂറോപ്പ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഗ്രാസ് ലാൻഡ് ആൻഡ് ദ മെഡിറ്ററേനിയൻ റീജിയൻസ് ഫോർ വൈൻയാർഡ്സ്. ഗ്രാസ് ലാൻഡും അതുപോലെ വൈൻയാർഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോറ ആൻഡ് ഫോണയിൽ നമുക്ക് കോർക്ക് ഓക്ക് ട്രീസ്, ആൽപൈൻ സ്റ്റെപ്പി ഗ്രാസ് ലാൻഡ്, ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജീവി, ഇതെല്ലാം അവിടെ മാത്രം കാണുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ജീവികളാണ്. ഇനി അവിടുത്തെ ഹ്യൂമൻ ലൈഫ് ആണെങ്കിൽ യൂറോപ്യൻസ് ജനറലി മെയിൻറ്റെയിൻ എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നിങ്ങൾക്ക് അറിയാലോ, യൂറോപ്യൻസ് എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും. അവരുടെ ജീവിത രീതിയൊക്കെ വളരെ സ്റ്റാൻഡേർഡ് കൂടിയതായിരിക്കും. യൂറോപ്പ് ഈസ് എ കോണ്ടിനെന്റ് റിച്ച് ഇൻ cultural heritage. Athens and Rome, which are among the most ancient cities of the world, are situated in Europe. Athensum Romeum എല്ലാം യൂറോപ്പിലാണ്. Cities such as Paris, London and Berlin are centers of art, fashion and technology. അതുപോലെ പാരീസും ലണ്ടനും ബെർലിനും എല്ലാം അവിടെയാണ്. ഫാഷൻ ടെക്നോളജിയുടെ ഒക്കെ, ഫാഷൻ്റെയും ടെക്നോളജിയുടെ ഒരു കേന്ദ്രമാണ് അവിടെ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിംഗ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ബോർഡേഴ്സ്. യൂറോപ്പിൻ്റെ ഈസ്റ്റ് ഏഷ്യയാണ്. ഏഷ്യനെയും യൂറോപ്പിനെയും വേർതിരിക്കുന്നത് യുറാൽ മലനിരകളാണ്. യുറാൽ മൗണ്ടെയിൻസും കാസ്പിയൻ സീയും അവിടെയുണ്ട്. ആൻഡ് ദീസ് ഫീച്ചേഴ്സ് സെപ്പറേറ്റ് യൂറോപ്പ് ഫ്രം ഏഷ്യ. ദെൻ യൂറോപ്പിൻ്റെ വെസ്റ്റ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്, സൗത്ത് മെഡിറ്ററേനിയൻ സീ ആണ്, അതുപോലെ നോർത്ത് ആഫ്രിക്ക ഓഷ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ചോദിച്ചാൽ മൗണ്ടൻ റേഞ്ചസ് ലൈക്ക് ദ ആൽപ്സ്, ദ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ദ കർപ്പാത്തിയൻ ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. സം ഓഫ് ദ ലോങ്സ്റ്റ് റിവേഴ്സ് ഓഫ് ദ വേൾഡ് സച്ച് എസ് ഡാന്യൂബ്, ദ വോൾഗ, ദ റൈൻ ത്രൂ ദിസ് കോണ്ടിനെന്റ്. There are fertile plains and grasslands in Europe. The vast grasslands in Eastern Europe are known as steppe. Certain areas in the northern coastlines of Europe is rich in a special geographic feature known as fjords. വൈൻയാർഡ്സ് ഒക്കെ ഉണ്ട് അവിടെ. ഇതെന്തുകൊണ്ടാണ് മലയാളം എക്സ്പ്ലെയിൻ ചെയ്യാത്ത വെച്ചാൽ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മളിത് എഴുതണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് അവിടുത്തെ ക്ലൈമറ്റ് ചോദിക്കുകയാണെങ്കിൽ മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ആണ്. വിൻ്റർ സീസണിൽ സ്നോഫോൾ ഉണ്ടായിരിക്കും. ഫ്ലോറ ആൻഡ് ഫോണ നേരത്തെ നമ്മൾ പറഞ്ഞു. ആൽപൈൻ റീജിയൻ ഓഫ് യൂറോപ്പ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഗ്രാസ് ലാൻഡ് ആൻഡ് മെഡിറ്ററേനിയൻ റീജിയൻ വൈൻയാർഡ്സിനും ഫേമസ് ആണ്. ഹ്യൂമൻ ലൈഫ് ആണെങ്കിൽ അവിടുത്തെ ആളുകൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. യൂറോപ്പ് ഈസ് കോണ്ടിനെന്റ് റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഏതൻസ് ആൻഡ് റോം, വിച്ച് ആർ എമംഗ് ദ മോസ്റ്റ് ആൻഷ്യന്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ്, ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. Cities such as Paris, London and Berlin are centers of art, fashion and technology. ഇനി അടുത്തത് ടു ദ ലാൻഡ് ഓഫ് മാർസുപ്പിയൽസ് ആണ്. അടുത്തത് നമ്മൾ പറയാൻ പോണ കോണ്ടിനെന്റ് ഓസ്ട്രേലിയ ആണ് കേട്ടോ. കങ്കാരൂസ് ആർ ആനിമൽസ് വിത്ത് എ ലോട്ട് ഓഫ് സ്പെഷ്യാലിറ്റീസ്. ഓസ്ട്രേലിയ ഈസ് ദ കോണ്ടിനെന്റ് വേർ ദീസ് ആർ ഫൗണ്ട്. അപ്പോൾ കങ്കാരു എന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ തന്നെ ഓസ്ട്രേലിയ ഓർമ്മ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ എന്ന കോണ്ടിനെന്റ് കംപ്ലീറ്റ്ലി സദേൺ ഹെമിസ്ഫിയറിലാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓസ്ട്രേലിയ ഇസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്, ഏറ്റവും സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ദ ഓഷ്യൻ, കംപ്ലീറ്റ്ലി ഓഷ്യൻ കവർ ചെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആണ് ഓസ്ട്രേലിയ. ആൻഡ് കോണ്ടിനെന്റുമാണ് ഒരു രാജ്യവുമാണ് കേട്ടോ. The Great Dividing Range is an important mountain range in Australia. The Great Victoria is one of the major desert is here. അപ്പോൾ ഇവിടുത്തെ മൗണ്ടൻ റേഞ്ചിൻ്റെ പേര് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്, അവിടുത്തെ ഡെസേർട്ടിൻ്റെ പേര് ഗ്രേറ്റ് വിക്ടോറിയ. Then Great Barrier Reef situated on the eastern coast of Australia is made of coral reefs. Murray Darling എന്ന് പറയുന്ന റിവർ ബേസിൻ വളരെ ഫെർട്ടൈൽ ആണ്, അതും ഈ കോണ്ടിനെന്റിന്റെ ഭാഗമാണ്. അവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴും arid ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ആസ് വി ഗോ ടു ദ ഇന്റീരിയേഴ്സ് ഓഫ് ദ കോണ്ടിനെന്റ് ദ ഇന്റൻസിറ്റി ഓഫ് ഡ്രൈനെസ് ഇൻക്രീസസ്. കുറച്ച് വരണ്ട ഒരു ക്ലൈമറ്റ് ആണ് അവിടെ. പിന്നെ ഈ കോണ്ടിനെന്റിന്റെ ഉള്ളിലോട്ട് പോകും തോറും ഡ്രൈനെസ്, ഏറ്റവും കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ. ഡ്രൈനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐസൊലേറ്റഡ് പൊസിഷൻ ഓഫ് ഓസ്ട്രേലിയ റിസൾട്ടഡ് ഇൻ ദി ഇവല്യൂഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇവിടെ ഇതൊരു ഐസൊലേറ്റഡ് കൺട്രിയാണ്. നമ്മൾ ഐലൻഡ് കോണ്ടിനെന്റ്
തന്നെ ഇവിടെ കാണപ്പെടുന്ന ജീവികളും വ്യത്യസ്തമാണ്. മർസുപ്പിയൽസും അതുപോലെ തന്നെ എഗ് ലേയിങ് മെമ്മൽസും ഇതിന് പ്രത്യേകതയാണ് കേട്ടോ. ഇവിടുത്തെ ഈ കാണുന്നതാണ് ഓസ്ട്രേലിയയുടെ ഫ്ലോറ ആൻഡ് ഫോണയിൽ വരുന്നത്. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കോല, യുക്കാലിപ്റ്റസ്, അക്കേഷ്യ, ഇതൊക്കെ അവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. ഇനി അവിടുത്തെ ഹ്യൂമൻ ലൈഫ് നോക്കുകയാണെങ്കിൽ Australia is the land of modern city and ancient culture, and indigenous tribal people here possess a very rich ethnic culture. Cities like Sydney, Melbourne and Brisbane are famous for their high standards of living and cultural activities. ഇവിടുത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക്ഷീറ്റ് നോക്കാം. ഡെസേർട്ട് ഗ്രേറ്റ് വിക്ടോറിയ ആണ്. റീജിയൻ വിച്ച് മെയ്ഡ് അപ്പോൾ കോറൽ റീഫ്സ് ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ഫെർട്ടൈൽ റിവർ ബേസിൻ മുറേ ഡാർലിംഗ്, മൗണ്ടെയിൻ റേഞ്ച് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് എനി ഓഫ് ദീസ് കോണ്ടിനെൻറ്റ്സ് വിച്ച് വൺ വുഡ് യു ചൂസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കോണ്ടിനെൻറ്റ്സിൽ ഏതെങ്കിലും വിസിറ്റ് ചെയ്യാനൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കോണ്ടിനെൻറ്റ് ചൂസ് ചെയ്യും എന്നാണ് ചോദ്യം. ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്തുള്ളതാണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ. Would you visit the rainforest in South America? Would you conquer the mountains in Asia? Or would you bravely face the extreme cold in Antarctica? Our world is full of wonders that are yet to be explored. അപ്പോൾ നിങ്ങൾ സൗത്ത് അമേരിക്കയിലെ റെയിൻ ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുമോ, അതോ നിങ്ങൾ ഏഷ്യയിലെ മൗണ്ടെയിൻസ് കോൺകർ ചെയ്യുമോ, നമ്മുടെ എവറസ്റ്റ് ഒക്കെ കീഴടക്കുമോ, അതോ നിങ്ങൾ അന്റാർട്ടിക്കയിലെ എക്സ്ട്രീം കോൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ, അത്രയും വലുതാണ് നമ്മുടെ എർത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ നമുക്കുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടിനെൻസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കാനാണ്. ഏഷ്യയുടെ അവർ തന്നിട്ടുണ്ട്. ഏഷ്യയുടെ ഐഡൻറ്റിറ്റി കാർഡിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഏഷ്യ എന്ന ഹെഡിങ് കൊടുക്കുന്നു. ദെൻ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്. ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ കോണ്ടിനെൻറ്റിലാണ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ. അതുപോലെ നെല്ല് ഏറ്റവും കൂടുതൽ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി. ഇത്രയും കാര്യങ്ങളാണ് ഏഷ്യയുടെ ഐഡൻറ്റിറ്റി കാർഡിലുള്ളത്. ഇതുപോലെ ബാക്കി 6 കോണ്ടിനെൻസിൻ്റെയും നിങ്ങൾ എഴുതണം. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അന്റാർട്ടിക്ക 5th ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്, കോൾഡസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഓൺലി കോണ്ടിനെൻ്റ് വിത്ത് നോ പെർമനൻറ്റ് ഹ്യൂമൻ ഹാബിറ്റേഷൻ. ഓസ്ട്രേലിയ സ്മോളസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ആൻഡ് എ കൺട്രിയും കൂടിയാണ്. കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ഓഷ്യൻ. ഗ്രേറ്റ് വിക്ടോറിയ ഇസ് വൺ ഓഫ് ദ മേജർ ഡെസേർട്ട്. നെക്സ്റ്റ് സൗത്ത് അമേരിക്ക. ആമസോൺ റെയിൻ ഫോറസ്റ്റ് കാണുന്നു. ലോങ്ങസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ആയ ആൻഡീസ് ഇവിടെയുണ്ട്. റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് നോർത്ത് അമേരിക്കയാണ്. ഇതിൽ സ്പെല്ലിങ് NOR മതി കേട്ടോ, നൗ അല്ല. കോണ്ടിനെന്റ് സറൗണ്ടഡ് ബൈ പെസിഫിക്, അറ്റ്ലാന്റിക് ആൻഡ് ആർട്ടിക് ഓഷ്യൻസ്. 2 mountain ranges such as Appalachian and Rocky Mountains situated here. Major rivers are Missouri and Mississippi. Europe, major mountains Alps ആണ്. Experiences moderate heat and cold, rich in art and cultural heritage. Africa, second largest continent, longest river Nile, hottest continent in the world. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ക്യാപ്ഷൻസ്. ഇതുപോലെ ഫ്ലോറ ആൻഡ് ഫോണ ഒരു സ്ഥലത്ത് മാത്രം സ്പെഷ്യലായിട്ട് കാണപ്പെടുന്ന ചെടികളുടെയും സസ്യങ്ങളുടെയും അതുപോലെ ജന്തുക്കളുടെയും ചിത്രങ്ങൾ കളക്ട് ചെയ്യുക, വേരിയസ് കോണ്ടിനെൻറ്റ്സിലുള്ളത്. എന്നിട്ട് ഒരു ഡിജിറ്റൽ ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ക്യാപ്ഷൻസ് കൊടുക്കുക കേട്ടോ. അടുത്തത് റീഡ് ദ ട്രാവലോഗ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ ബൈ കമാൻഡർ അഭിലാഷ് ടോമി ആൻഡ് പ്രിപ്പയർ നോട്ട്. അപ്പോൾ ഈ അഭിലാഷ് ടോമിയുടെ ഒരു യാത്രാ വിവരണമാണ്, ട്രാവലോഗാണ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ളത്. അത് വായിച്ചതിന് ശേഷം ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ is a travel story written by Commander Abhilash Tomy, the first Indian to travel around the world alone in a sailboat without stopping. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒറ്റയ്ക്ക് സെയിൽ ബോട്ടിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം ട്രാവൽ ചെയ്തു അല്ലേ? ഫുള്ളായിട്ട് നമ്മുടെ ഭൂമിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. In this book, he shares his brave and exciting journey across the vast ocean. സമുദ്രങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ബ്രേവ് ആയിട്ടുള്ള ജേർണി എക്സ്പീരിയൻസസ് ആണ് അദ്ദേഹം ആ ബുക്കിൽ ഷെയർ ചെയ്യുന്നത്. He talks about strong winds, big waves and the challenges being alone at sea. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ശക്തമായ കാറ്റുകൾ, അതുപോലെ തിരമാലകൾ, ഒറ്റയ്ക്ക് കടലിൽ ഉണ്ടായിരുന്ന അദ്ദേഹം നേരിടേണ്ടി വന്ന ചലഞ്ചസ് എല്ലാം അതിൽ പറയുന്നുണ്ട്.
His story teaches us the importance of courage, hard work and never giving up on our dreams. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറി നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്താ? കറേജ് അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്ക്, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത് എന്നുള്ള, ധൈര്യത്തോടെ മുന്നോട്ട് പോകണം, തോറ്റു കൊടുക്കരുത് എന്നുള്ള അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിതിൽ പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഫോം ഗ്രൂപ്പ്സ് ഫോം ചെയ്തിട്ട് നിങ്ങൾ വേരിയസ് കോണ്ടിനെൻസിൻ്റെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു സെമിനാർ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ ബൗണ്ടറീസ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, ഫ്ലോറ ആൻഡ് ഫോണ, ഹ്യൂമൻ ലൈഫ്, ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ഓരോ കോണ്ടിനെൻസിനെയും പറഞ്ഞത്. അപ്പോൾ അത് വീണ്ടും തരുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വരുന്ന സെക്കൻഡ് ടേം എക്സാമിനേഷൻ, ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും തുടർന്ന്